പല സ്റ്റുഡൻസും 2-3 പ്രാവശ്യം OET എക്സാം എഴുതിയിട്ട് കിട്ടാത്തവരുണ്ട്. അവർ വീണ്ടും എക്സാം എഴുതാനായിട്ട് പോകുമ്പം അവരുടെ ചുറ്റുമുള്ളവർ, അവരുടെ കൂടെയുള്ളവർ അവരോട് പറയാറുണ്ട്, നീ ഇനി എന്തിനാ എക്സാം എഴുതാൻ പോകുന്നത്, 2-3 പ്രാവശ്യമായിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ, എന്തിനാ വെറുതെ പൈസ കളയാനായിട്ട് പോകുന്നത് എന്ന് പലരും നമ്മളോട് പറയാറുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ. അങ്ങനെ പറയുന്ന കുത്തുവാക്കുകളെയും അപമാനങ്ങളെയും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ മനസ്സിലൊരു ഉറച്ച തീരുമാനം കൂടെ എടുക്കണം. എന്നെ കളിയാക്കിയതിൻ്റെ മുമ്പിൽ, എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞവൻ്റെ മുമ്പിൽ ഞാൻ നട്ടെല്ലുയർത്തി അഭിമാനത്തോടെ നിൽക്കും എന്നുള്ളൊരു സ്ട്രോങ് ഡിസിഷനാണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് ഒന്നുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതായത് 2-3 പ്രാവശ്യം എഴുതിയിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് സ്കോർ കയറി വരുന്നില്ല, എൻ്റെ ലിസണിങ് ശരിയാവുന്നില്ല, എൻ്റെ റീഡിങ് ശരിയാവുന്നില്ല, എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ജിനൂസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാം. കാരണം എനിക്കിവിടെ ഏറ്റവും കൂടുതൽ റിവ്യൂ വന്നിട്ടുള്ളത് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിൽ നിന്നാണ്. നിങ്ങളുടെ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റും. പല സ്റ്റുഡൻസും റിപ്പീറ്റേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു 1 വീക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം അവരെന്നോട് പറയാറുണ്ട്, ഇത്രയും നാൾ ഞാൻ റീഡിങ് എന്താ പ്രാക്ടീസ് ചെയ്തത്, ഞാൻ പ്രാക്ടീസ് ചെയ്തത് ഒന്നും അല്ല, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാര്യങ്ങൾ റീഡിങ്ങിൽ ചെയ്യാനുണ്ട്, ലിസണിങ്ങിൽ ഇത്രയും ടിപ്സ് ഉണ്ട്, ഇത്രയും മെത്തേഡുകളുണ്ട് എന്നെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞാൻ മുമ്പ് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ട്യൂട്ടർ എന്നോട് പറഞ്ഞായിരുന്നു, റീഡിങ്ങും ലിസണിങ്ങും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കയറി വരേണ്ടതാണ്, അല്ലാതെ ഞങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല എന്ന്. പക്ഷെ അല്ല, നിങ്ങൾ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കയറ്റിക്കൊണ്ടുവരാൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. ഇത് എൻ്റെ ഒരു വെറും വാക്കല്ല. ഇന്ന് ഇതേവരെ യൂട്യൂബ് ചാനൽ കയറി ഞാൻ ഒരു വെറും വാക്ക് പറഞ്ഞിട്ടുമില്ല. ഇതിവിടുത്തെ പ്രൂവൺ മെത്തേഡാണ്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ സ്റ്റുഡൻസ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു മറുപടി തരും. അതോടൊപ്പം തന്നെ ബിഗിനേഴ്സ് സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, മാം എൻ്റെ കൂട്ടുകാരെന്നെ പേടിപ്പിച്ചായിരുന്നു, OET ഭയങ്കര സംഭവമാണ്, പഠിച്ചാൽ കിട്ടില്ല, പാടാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേടിയോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഒരു 1 വീക്ക് കഴിയുമ്പം ആ കുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്, മാം ഞാൻ പേടിച്ച പോലെ അത്ര ഭയാനകരമല്ല ഈ OET, ഞാനൊന്ന് വിചാരിച്ചാൽ, ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഇതെൻ്റെ കൂടെ പോരും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് പായിട്ടുണ്ട് എന്നൊരു 1 വീക്ക് കഴിയുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്. അതാണ് ജിനൂസ് അക്കാഡമിയിലെ ക്ലാസ്സിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കേണ്ടി വരുന്നൊരു കാര്യമുണ്ട്, നീ ഒരു കഴിവില്ലാത്തവനാണ്, നീ ഒരു കഴിവില്ലാത്തവളാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, വേസ്റ്റാണ് എന്ന് പലപ്പോഴെങ്കിലും പലരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കമൻറ്റ് കേട്ടിട്ടുള്ളവരാണ് ജീവിതത്തിൽ പിന്നീട് വലിയ വിജയങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ളത്. ഞാനിത് പറയാനായിട്ട് മറ്റൊരു കാരണം കൂടെയുണ്ട്, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ്. കാരണം ഞാനൊരു അക്കാഡമിക്കലി ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ഒരിക്കലും. ഞാൻ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ ഏറ്റവും ലാസ്റ്റ് മാർക്ക് മേടിക്കുന്ന വ്യക്തിയായിരുന്നു. സോ എൻ്റെ ലൈഫിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പലരും നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, നമ്മളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നീ ഒരു മണ്ടിയാണ്, നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. പക്ഷേ ഇന്ന് ജിനൂസ് അക്കാഡമിയിലൂടെ ഞാൻ അവർക്കെല്ലാം ശക്തമായ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും പറ്റും, എനിക്കും കഴിവുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈഫിൽ അപമാനിക്കപ്പെട്ടവൻ്റെ മനസ്സിലൊരു കനലുണ്ട്. ആ കനലാണ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ്. ആ കനലിനെ നമ്മൾ ഊതി നല്ലൊരു റിസൾട്ടാക്കി നമ്മൾ പുറത്ത് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ പാസ്സായി, നിങ്ങളുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നല്ലൊരു സ്റ്റാറ്റസും കൂടെ അപ്ലോഡ് ചെയ്യണം. എന്താ അല്ലേ, ട്രാവലിംഗ് ടു ലണ്ടൻ എയർപോർട്ട് അല്ലേ, അങ്ങനൊരു സ്റ്റാറ്റസ് നിങ്ങളിടണം. അപ്പോൾ നിങ്ങളെ കളിയാക്കിയവർ എന്താ ചെയ്യാമെന്നറിയാമോ, നിങ്ങളുടെ ഫോട്ടോ കാണിച്ചിട്ട്, നിങ്ങളുടെ സ്റ്റാറ്റസ് കാണിച്ചിട്ട് അവർ മറ്റുള്ളവരോട് പറയും, ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ സഹോദരിയാണ്, ഇതെൻ്റെ കൂട്ടുകാരനാണ്, ഇതെൻ്റെ കൊളീഗാണ് എന്ന് വളരെ അഭിമാനത്തോടെ അവർ പറയും. അത് പറയിക്കാനായിട്ട് നമ്മളാണ് വഴിയൊരുക്കേണ്ടത്. സോ ഇന്നു മുതൽ നമുക്കതിനു വേണ്ടി ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്യാം. നിങ്ങളുടെ OET പഠനത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലെവലുള്ള ക്ലാസ്സുകൾ തന്ന് നിങ്ങളെ കയറ്റി കൊണ്ടുവരാനായിട്ട് ജിനൂസ് അക്കാഡമിയിലെ ഓൾ ടീം മെമ്പേഴ്സ് വെൽ സെറ്റാണ്. നമുക്കിപ്പം
ഓൺലൈനോടൊപ്പം തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ആലപ്പുഴയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി OET ആരും പേടിച്ച് നോക്കേണ്ട ഒരാവശ്യമില്ല. തീർത്തും ഈസിയായ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കോറുകൾ കരസ്ഥമാക്കാനായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയും. ഞാൻ ഇത്രയും നേരം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ ജിനൂസ് അക്കാഡമിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടണം. ഇട്ടിട്ട് അതിന് സാറ്റിസ്ഫാക്ഷനുള്ള ഒരു റിവ്യൂ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അല്ലാതെ എൻ്റെ ഈ വാക്ക് കേട്ട് നിങ്ങൾ ആരും ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് വിശ്വസനീയമായ റിവ്യൂ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ പ്ലീസ് feel free to comment below this video. Definitely you will get an answer. Thank you.